ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലിയർ ടിപ്സ് മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയേറെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിന്, വെറും റാഗിങ് അല്ല, ക്രൂരമായ റാഗിങ്ങിന് ഇരയായ ഒരു കുട്ടിയുടെ വാർത്ത കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഞാൻ നഴ്സിംഗ് പഠിച്ചതാണ്. അതുപോലെ പല പ്രൊഫഷണൽ എഡ്യൂക്കേഷന് പോയിട്ടുള്ളവരും സാധാരണ കോളേജിൽ പോയിട്ടുള്ളവരായാലും എല്ലാവർക്കും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോൾ വളരെ മൈനറായിട്ടുള്ള രീതിയിലൊക്കെ റാഗിങ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും എല്ലാവരും തന്നെ. എങ്കിലും അതുപോലെ ഓർക്കുമ്പം അത്ര നല്ല സന്തോഷകരമായ ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും നമ്മൾ അതിൽ നിന്ന് പഠിച്ചതായിട്ടോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉള്ളതായിട്ടോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? റാഗിങ്ങിനെ കുറിച്ച് പലരും പോസിറ്റീവായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിൽ പ്രോബ്ലംസ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കരിയറിലായാലും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ബോൾഡായിട്ട് നിൽക്കാൻ റാഗിങ് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ഉള്ള ഒരു വാദം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെന്ന്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും മറ്റുള്ളവരുടെ ലൈഫിൽ നിന്നും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരാളെ സ്ട്രോങ് ആക്കുന്നതിൽ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന സ്ട്രഗിൾസ്, പ്രോബ്ലംസ്, അവർ ഫേസ് ചെയ്ത കടബാധ്യതകൾ, നിരന്തരമായ പരാജയങ്ങൾ, വൈകല്യങ്ങൾ, പ്രതീക്ഷിക്കാതെ ഉണ്ടായ അപകടങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ സർവൈവ് ചെയ്ത് കടന്നു പോകുമ്പോഴത്തേക്കും കാലക്രമേണ നമ്മൾ കുറച്ച് ബോൾഡാവും. ഇതിൽ നിന്നൊക്കെ നമ്മളൊന്ന് പഠിച്ച് ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ബോൾഡ്നെസ് നമുക്ക് കിട്ടും. പക്ഷേ റാഗിങ് എന്ന് പറയുമ്പോൾ അത് മനഃപൂർവ്വമുള്ള ഉപദ്രവമാണ്. അതൊരു പരിഹസിക്കൽ, അബ്യൂസ്. ഇത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഓർമ്മ പോലൊരു നല്ല ഒരു അനുഭവം നമുക്ക് തരത്തില്ല. ഒരിക്കലും ഇതിൽ നിന്ന് നമുക്ക് ഒരു പോസിറ്റീവ് ഉണ്ടാവാൻ പോകുന്നില്ല. എനിക്ക് തന്നെ ലൈഫിൽ നെഗറ്റീവ് എക്സ്പീരിയൻസസും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും ഓർക്കുമ്പം അത്ര വലിയ വേദനയൊന്നും തോന്നാറില്ല. നമ്മൾ അതിനെയൊക്കെ കടന്ന് ഇതുവരെ എത്തിയല്ലോ എന്നുള്ള ഒരിതും അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡും കുറച്ച് കട്ടിയായിട്ടുണ്ട് എന്നും തോന്നാറുണ്ട്. പക്ഷേ പണ്ട് നേഴ്സിംഗ് പഠിച്ചപ്പോഴായാലും നമ്മുടെ സീനിയേഴ്സ് റാഗിങ് എന്ന പേരിൽ പറഞ്ഞ ചില കമൻസൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ അത്ര ഒരു സുഖകരമായൊരു ഈ ഫീലിംഗ് എനിക്ക് കിട്ടാറില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ തന്നെ പ്രൊഫഷണലായിട്ട് പഠിക്കുന്നു, നമ്മൾക്ക് പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ടാവാം. അത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് കയറും. അപ്പോഴൊക്കെ മിസ്റ്റേക്കുകളൊക്കെ വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ, സുപ്പീരിയേഴ്സ് ആയിട്ടുള്ളവരും ഒക്കെ നമ്മളെ വഴക്ക് പറഞ്ഞെന്നിരിക്കും, പണിഷ്മെൻറ്റ് തന്നെന്നിരിക്കും. അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. വീണ്ടും ആ തെറ്റ് മനസ്സിലാക്കാനും വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് അങ്ങനെ വരുന്നത്. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം. അതൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി റാഗിങ് എന്നൊരു പ്രാക്ടീസിൻ്റെ ആവശ്യം നമുക്കില്ല. ഇപ്പം തന്നെ കോട്ടയത്തെ ഇരയായ ആ കുട്ടിയുടെ മാനസികാവസ്ഥ തന്നെ വളരെ ബുദ്ധിമുട്ട് പിടിച്ചതാണ്. കാരണം അവന് ഭയമാണ്. ഇനിയും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയമുണ്ട്. ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് വിഷമകരമായ ഒരു മാനസിക അവസ്ഥയിലൂടെ ആയിരിക്കും അതിനെക്കുറിച്ച് അവൻ ഓർക്കാൻ പോലും അവന് ഇഷ്ടമുണ്ടാവില്ല. അതൊന്നും എന്തിനു വേണ്ടിയാണ് അവൻ ഇത് അനുഭവിക്കുന്നത്? അവനെപ്പോലെ പണ്ടായാലും റാഗിങ്ങിന് വിധേയമായ കുട്ടികൾ എന്തിനു വേണ്ടിയാണ് ഇത് അനുഭവിക്കുന്നത്? അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അതിൻ്റെ ആവശ്യമേ ഇല്ലല്ലോ. കുറച്ച് പേരുടെ സാഡിസ്റ്റ് മൈൻഡിനെ സംതൃപ്തിപ്പെടുത്താനാണോ ഇങ്ങനെ ചെയ്യുന്നത്? നല്ലോണം പഠിച്ച് മാർക്ക് വാങ്ങിയ കുട്ടികളും ആ മക്കളുടെ നല്ല ഭാവിയെ കരുതി ലോണും എടുത്ത് കോളേജ് അധികാരികളെയും വിശ്വസിച്ച് മക്കളെ പറഞ്ഞു വിടുന്ന പാവം മാതാപിതാക്കളും എന്തിനാണ് ഇത് അനുഭവിക്കുന്നത്? ഇവരെ സംരക്ഷിക്കേണ്ട പ്രിൻസിപ്പാളും വാർഡനുമൊക്കെ ഇത് അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇതിന് ഉത്തരം കിട്ടും. നമ്മുടെ സമൂഹത്തിൽ റെസ്പെക്റ്റ് എന്ന വാക്കിനെ നമ്മുടെ സമൂഹത്തിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. റെസ്പെക്റ്റ് എന്ന വാക്കിനെ നമ്മുടെ സമൂഹത്തിൽ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കോളേജസ്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജസിൽ സീനിയേഴ്സിന് റെസ്പെക്റ്റ് ചെയ്യണം എന്ന ഒരു കീഴ്വഴക്കമുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ നല്ലതാണെങ്കിലും ആ റെസ്പെക്റ്റ് ചെയ്യണമെന്നത് പിന്നീട് ഭയപ്പെടണം എന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. റെസ്പെക്റ്റ് കൊടുക്കുക എന്നതിനേക്കാളും സീനിയേഴ്സിനെ ഭയപ്പെടുക എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. ആ ഭയത്തെ സീനിയേഴ്സ് മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ചെറിയ റാഗിങ്ങൾ അംഗീകരിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന സന്തോഷം
വലിയ ക്രൂരതകൾ കാട്ടാമെന്നുള്ള ഒരു ഭ്രാന്തമായ ചിന്തയിലേക്ക് നയിക്കുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് തോന്നുന്നു. ഇതുണ്ടാക്കുന്ന ഒരു ഭയം കാരണം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തുറന്നു പറയാൻ മിക്ക കുട്ടികളും കൂട്ടാക്കത്തില്ല. ചിലപ്പോൾ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതുന്നവരും ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ അനാവശ്യമായ റീസൺസിന് നമ്മൾ ആളുകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അബ്യൂസസ് വരുന്നത്. സീനിയോറിറ്റി അനുസരിച്ചൊന്നും ഒരാളെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും ജൂനിയേഴ്സ് അവിടെ വീക്കാവുന്നു. ആ വീക്കായവരെ ചൂഷണം ചെയ്യാനായിട്ട് സീനിയേഴ്സിന് പറ്റും. ശരിക്കും വേണ്ടത് മ്യൂച്വൽ റെസ്പെക്റ്റ് അല്ലേ, പരസ്പര ബഹുമാനം. ജൂനിയേഴ്സ് സീനിയേഴ്സിനെയും സീനിയേഴ്സ് ജൂനിയേഴ്സിനെയും ഈക്വലി റെസ്പെക്റ്റ് ചെയ്യണം. എല്ലാ വ്യക്തികൾക്കും ഇമ്പോർട്ടൻസ് വേണം. അതോറിറ്റി ഉള്ളവർ അത് യൂസ് ചെയ്യണം. പക്ഷേ അതോറിറ്റീസ് അവരുടെ കീഴിലുള്ള വ്യക്തികൾക്ക് മൂല്യം കൊടുക്കുകയും വേണം. റാഗിങ്ങുകൾ ഭീകരമാകുന്നതിന് മറ്റൊരു റീസൺ കൂടിയുണ്ട്. ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കിടയിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരായിരിക്കും ഇത്തരം ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുന്നത് മിക്കവാറും. അതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിന്. അതവർ ശക്തമായി കൺട്രോൾ ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം. കുട്ടികളെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അവർ സൂപ്പർവൈസ് ചെയ്യണം. അതൊക്കെ ഒഴിവാക്കിയേ പറ്റൂ. അതിന് പറ്റാത്ത മാനേജ്മെൻറ്റിനെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇത്തരം ഡ്രഗ് അഡിക്ട്സും ക്രിമിനൽ മൈൻഡുമായ സ്റ്റുഡൻസ് ഈ കോഴ്സൊക്കെ പഠിച്ച് വലിയ ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ ആകുമ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റിന് പോകേണ്ടി വരുന്ന പേഷ്യൻസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? റാഗിങ് എന്നൊരു സമ്പ്രദായം തന്നെ 100% നമ്മുടെ നാട്ടിൽ നിന്നും നീക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു തരത്തിലുള്ള അബ്യൂസും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. ഒരാൾ മറ്റൊരാളെ വിഷ് ചെയ്യുന്നതോ പാട്ട് പാടുന്നതോ ഡാൻസ് കളിക്കുന്നതോ ഒന്നും ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഡിസിപ്ലിൻ അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കാം, അവർക്ക് പണിഷ്മെൻറ്റും കൊടുക്കാം, അതിനുള്ള അധികാരം അവർക്കുണ്ട്. പക്ഷേ സ്റ്റുഡൻസ് ഹാവ് നോ അതോറിറ്റി. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ മേൽ അതോറിറ്റി ഉണ്ടാകാൻ പാടില്ല. ഇന്ന് മുതൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു അബ്യൂസും അംഗീകരിക്കാൻ പാടില്ല, നടക്കാനേ പാടില്ല. Everyone deserves respect and value. So say no to ragging. No more ragging. അതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇനി ഇങ്ങനെയൊരു ന്യൂസ് നമ്മുടെ നാട്ടിൽ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്താണ്. താങ്ക് യു.